ഹായ് ഹലോ മക്കളെ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ പ്ലാൻ ഫിസിയോളജിയിൽ ബോട്ടണിയിൽ വരുന്ന ലാസ്റ്റ് ചാപ്റ്ററാണ് ഏത്? നമ്മുടെ പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് താമസമൊന്നും ഇല്ലാതെ ഈ ചാപ്റ്ററിലോട്ട് പോകാം. അപ്പോൾ നമുക്കറിയാമല്ലേ, ഗ്രോത്ത് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഓവറോൾ ഡെവലപ്മെൻറ്റിനെയാണല്ലേ നമ്മൾ ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പം പ്ലാൻ ഗ്രോത്തിൽ നമുക്ക് ഗ്രോയിങ് പാർട്സ് നോക്കുകയാണെങ്കിൽ ഏതൊക്കെയുണ്ട്? നമ്മുടെ എല്ലാ പാർട്സും ഗ്രോ ചെയ്യുന്നുണ്ട് അല്ലേ? അതായത് ഷൂട്ട് സിസ്റ്റം ആണെങ്കിലും റൂട്ട് സിസ്റ്റം ആണെങ്കിലും ഒക്കെ ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ പ്ലാൻ ഗ്രോത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിറ്റർമിനേറ്റ് ആണ്. പക്ഷെ നമ്മൾ മനുഷ്യരിൽ അല്ലെങ്കിൽ ആനിമൽസിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു മെച്യൂർ സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രോത്ത് എന്താവും? സ്റ്റോപ്പ് ചെയ്യും. അതായത് നമ്മൾ പിന്നെ ഫെർദർ ഗ്രോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. സെൽസ് ഒഴികെ കേട്ടോ, പുതിയ സെൽസ് ഉണ്ടാവുമ്പോൾ അത് ഗ്രോ ചെയ്യുന്നു, അല്ലാതെ നമുക്ക് ഓവറോൾ ഗ്രോത്ത് ഉണ്ടാവുന്നില്ല. പക്ഷേ പ്ലാന്റ്സിൽ നോക്കുമ്പോൾ എങ്ങനെയാണ്? ഓവറോൾ ഇങ്ങനെ അവരിങ്ങനെ മരണം വരെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ. അതായത് പുതിയ പുതിയ നമ്മൾ ഏത് ചെടി എടുത്ത് നോക്കിയാലും നമുക്ക് എന്ത് കാണാനായിട്ട് പറ്റും? ചെറിയ പുതിയ തളിരിലകൾ അല്ലേ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതെന്തുകൊണ്ടാണ്? അവരിൽ മെരിസ്റ്റം ഉള്ളത് കൊണ്ടാണ് അല്ലേ? അത് നമ്മൾക്കറിയാം. മെരിസ്റ്റമാറ്റിക് സെൽസ് ആണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ആൻഡ് സെൽ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് മെരിസ്റ്റമാറ്റിക് സെൽസ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ പ്ലാൻ ഗ്രോത്തിൽ തന്നെ നമുക്ക് 2 ടൈപ്പ് ഗ്രോത്ത് ഉണ്ട്. എന്താണ്? ഫസ്റ്റ് പ്രൈമറി ഗ്രോത്ത് ഉണ്ട്, സെക്കൻഡറി ഗ്രോത്ത് ഉണ്ട്. പ്രൈമറി ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പം നമ്മളൊരു സീഡ് നട്ടു അല്ലെങ്കിൽ ഒരു സീഡ്ലിംഗ് നമ്മൾ നട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ഗ്രോ ചെയ്ത് അതിൻ്റെ ഹൈറ്റ് ഇങ്ങനെ കൂടി വരും അല്ലേ? അതുപോലെ തന്നെ അതിൻ്റെ ഇന്റർനോഡ് തമ്മിലുള്ള ആ ഒരു ഇലോങ്ങേഷനും ഉണ്ടാവും. അപ്പം ഇങ്ങനെ സൈസ് ഇങ്ങനെ കൂടി വരുന്നതിനെയാണ് നമ്മൾ പ്രൈമറി ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇനി കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഡൈക്കോട്ട് പ്ലാന്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതിന് വിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. വലിയ മാവൊക്കെ അല്ലേ, മാവൊക്കെ നമ്മൾ മാവ് തൈ ആയിട്ട് വെക്കുമ്പം അത് ആദ്യം എന്താ ചെയ്യുക? ഹൈറ്റ് ഇങ്ങനെ കൂടി അതിനുശേഷം എന്താവും? അതിൻ്റെ ഗർത്ത് ഇൻക്രീസ് ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ വിഡ്ത്താണ് ഇൻക്രീസ് ചെയ്യുന്നത്. അങ്ങനെ വിഡ്ത്ത് കൂടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന എന്താണ്? മെരിസ്റ്റം ആണ്. നമ്മുടെ പ്ലാന്റ്സിലുള്ള മെരിസ്റ്റമാറ്റിക് സെൽസ് ആണ് ഈ ഗ്രോത്തിനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് സെക്കൻഡറി ഗ്രോത്ത് നമുക്ക് എവിടെയാണ് നടക്കുന്നത്? ഡൈക്കോട്സിലും അതുപോലെ തന്നെ ജിംനോസ്പേംസിലുമാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ആൻഡ് നമുക്ക് അടുത്തതിലോട്ട് പോകുന്നത് നമ്മുടെ ഗ്രോത്ത് മെഷറബിൾ ആണെന്നാണ്. അപ്പോൾ എങ്ങനെയൊക്കെ മെഷർ ചെയ്യാം എന്ന് നോക്കിയാൽ നമുക്ക് ഈ സെല്ലുലാർ ലെവലിൽ പോയിട്ട് നമുക്ക് ആ ഒരു മെഷർമെൻ്റ് എടുക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡ്രൈ വെയിറ്റ് എടുക്കാം, അല്ലെങ്കിൽ ഫ്രഷ് വെയിറ്റ് എടുക്കാം, അല്ലെങ്കിൽ ആ ഒരു ഏരിയ എത്രത്തോളം വളർന്നു എന്നതിൻ്റെ ഏരിയ അല്ലെങ്കിൽ വോളിയം, ഇതൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പ്ലാന്റിൻ്റെ ഗ്രോത്ത് മെഷർ ചെയ്യുന്നത്. ആൻഡ് അങ്ങനെ നമുക്ക് ഗ്രോത്ത് മെഷർ ചെയ്യുന്നതും ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി അല്ലേ? അപ്പോൾ നമുക്ക് ഫേസസ് ഓഫ് ഗ്രോത്ത് നോക്കാം. എന്തൊക്കെ ഫേസസ് ആണ് ഗ്രോത്തിലുള്ളതെന്ന്. അപ്പം മെരിസ്റ്റമാറ്റിക് ഫേസ് ആണ് ഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഫേസ്. എന്താണ് മെരിസ്റ്റമാറ്റിക് ഫേസ്? ഇപ്പം മിസ് പറഞ്ഞായിരുന്നു. എന്താണ്? ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന സെൽസ് ഉള്ള ആ ഒരു ഫേസിനെയാണ് നമ്മൾ മെരിസ്റ്റമാറ്റിക് ഫേസ് എന്ന് പറയുന്നത്. അതായത് ഒരു സെല്ലിൽ നിന്ന് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പുതിയ സെൽസ് ഇങ്ങനെ അവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു ഫേസ് ആണ് നമ്മുടെ മെരിസ്റ്റമാറ്റിക് ഫേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇവിടെ നമ്മൾ റൂട്ടിൻ്റെ സോണാണ് നോക്കുന്നത്. ഇതുപോലെ എന്തിലും ഉണ്ട്? ഷൂട്ടിലും ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതാണ് ഇപ്പം മണ്ണ് അല്ലെങ്കിൽ സോയിൽ എന്ന് വിചാരിക്കുക. സോയിലിൻ്റെ ആ ഒരു സർഫസ് റീജിയൻ എന്ന് വിചാരിക്കുക. അപ്പോൾ താഴോട്ടല്ലേ റൂട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സോയിലിൻ്റെ ഏറ്റവും സർഫസിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ആരെയാണ്? ഏരിയ ഓഫ് മെച്ചുറേഷൻ ആണ്. അതുപോലെ ഏറ്റവും ടിപ്പിലായിട്ട് നമുക്ക് കാണുന്നത് റൂട്ട് ക്യാപ്പാണ്. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമുക്ക് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ കാണാൻ പറ്റുന്നത്. അതായത് ഏരിയ ഓഫ് സെൽ ഡിവിഷൻ എന്നാണ് അവിടെ പറയുക. സെൽ ഡിവിഷൻ ചെയ്യുന്നത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആണ്. അപ്പോൾ ഏരിയ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റീസ് ആണ് നമുക്ക് റൂട്ട് ക്യാപ്പ് കഴിഞ്ഞ ഉടനെ നമുക്ക് കാണാനായിട്ട് പറ്റുക. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ആരുണ്ടാവുക? ഏരിയ ഓഫ് ഇലോങ്ങേഷൻ ഉണ്ടാവുക. അപ്പോൾ ഏരിയ ഓഫ് ഇലോങ്ങേഷൻ്റെ തൊട്ടടുത്തായിട്ടാണ്, തൊട്ട് മുകളിലായിട്ടാണ് നമുക്ക് ആരെ കാണാൻ പറ്റുക? ഏരിയ ഓഫ് മെച്ചുറേഷനെ കാണാൻ പറ്റുക. അപ്പോൾ ഈ ഒരു പിക്ചർ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. നമ്മുടെ മോർഫോളജിയിലൊക്കെ നിങ്ങൾ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് റൂട്ട് ഹെയർസ് ഒക്കെ കാണുന്നത് നമ്മുടെ മെച്ചുറേഷൻ റീജിയനിലാണ്. അപ്പോൾ നമുക്ക് അടുത്ത സോണിലോട്ട് പോകാൻ എന്താ? ഇലോങ്ങേഷൻ ഫേസ് അല്ലെങ്കിൽ ഇലോങ്ങേഷൻ സോൺ എന്ന് പറയില്ലേ? ആ ഇലോങ്ങേഷൻ ഫേസിൽ എന്താ നടക്കുന്നത്? അവിടെ സെൽസിൻ്റെ ഗ്രോത്ത് സ്റ്റോപ്പായി. കാരണം പിന്നെ അവിടെ മെരിസ്റ്റമാറ്റിക് സെൽസ് ഇല്ല,
ഗ്രോത്ത് സ്റ്റോപ്പായി, പക്ഷേ സെൽസിൻ്റെ ഡിവിഷൻ സ്റ്റോപ്പായി, പക്ഷേ ഗ്രോത്ത് നടക്കുന്നുണ്ട്. അതായത് ഇലോങ്ങേഷൻ നടക്കുന്നുണ്ട്. സെല്ല് വലുതാവണ്ടേ, ആദ്യം നമ്മൾ ഉണ്ടായി വരുന്ന ആ ചെറിയ ചെറിയ സെൽസ് ആയിരിക്കും അത് മെച്ചർ സെൽസ് ആയിട്ട് മാറണം. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് ഇലോങ്ങേഷൻ ഫേസിൽ നടക്കുന്നത്. അതിനുശേഷം വരുന്നതാണ് നമ്മുടെ മെച്ചുറേഷൻ ഫേസ്. നമുക്കറിയാം മെച്ചുവർ സെൽസ് ആണ് മെച്ചുറേഷൻ ഫേസിൽ ഉണ്ടാവുക അല്ലേ. അപ്പോൾ അവിടെ എന്തൊക്കെ നടക്കില്ല? ഡിവിഷൻ നടക്കില്ല, ഗ്രോത്തും നടക്കില്ല. അവിടെ മെച്ചുവർ സെൽസ് ആയിരിക്കും ഉണ്ടാവുക. ആ സെൽസ് എല്ലാം കൂടെ ചേർന്നിട്ട് ടിഷ്യൂ ആയി അതൊരു പ്രത്യേക ഫങ്ഷൻ ചെയ്യുന്ന രീതിയിലായിട്ട് മാറും. ഇതാണ് 3 ഫേസസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ആൻഡ് നമ്മൾ അടുത്തതിലോട്ട് പോകുന്ന ഗ്രോത്തിൻ്റെ റേറ്റ്സ് ആണ് അല്ലേ. അപ്പോൾ ഗ്രോത്തിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിനെപ്പോഴും ടൈമിൻ്റെ ബേസിൽ എടുക്കുന്നതാണ്. അതായത് ഇത്ര ടൈം കൊണ്ട് എത്രത്തോളം ഗ്രോ ചെയ്തു, എത്രത്തോളം അതിന് വളർച്ചയുണ്ടായി എന്നുള്ളതാണ് ഈ ഗ്രോത്ത് റേറ്റിൽ പറയുന്നത്. ദ ഇൻക്രീസ്ഡ് ഗ്രോത്ത് പെർ യൂണിറ്റ് ടൈം ഈസ് ടേംഡ് ആസ് ഗ്രോത്ത് റേറ്റ്. വെരി സിമ്പിൾ അല്ലേ. അപ്പോൾ ഒരു യൂണിറ്റ് ടൈമിൽ എത്രത്തോളം ഗ്രോ ചെയ്തു എന്നതിനെയാണ് നമ്മൾ ഗ്രോത്ത് റേറ്റ് കൊണ്ട് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഗ്രോത്ത് റേറ്റ് പറയുമ്പോൾ നമുക്ക് 2 ടൈപ്പ് ഗ്രോത്ത് റേറ്റ് ആണുള്ളത്. എന്തൊക്കെയാണ്? അരിത്തമെറ്റിക്കും ഉണ്ട്, ജിയോമെട്രിക്കും ഉണ്ട്. അപ്പോൾ അരിത്തമെറ്റിക് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. കാരണം എക്സാമിന് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ഈ ഗ്രാഫുകളൊക്കെ തന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ അരിത്തമെറ്റിക് ഗ്രോത്തിൻ്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. LT ഈസ് ഈക്വൽ ടു L0 പ്ലസ് RT ആണ്. അപ്പോൾ അത് എന്താണ് LT? ലെങ്ത് അറ്റ് ടൈം T ആണ്. ഒരു ടൈമിലെ ലെങ്ത് ആണ്. നമുക്ക് എപ്പോഴാണോ നമ്മൾ അതിൻ്റെ ലെങ്ത് നോക്കുന്നത് ആ ടൈമാണ് LT എന്ന് പറയുന്നത്. ആൻഡ് L0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്കറിയാം ഇനീഷ്യൽ ടൈമിൽ ഉണ്ടായിരുന്ന നമ്മളൊരു റേറ്റ് നോക്കുമ്പോൾ ഒരു ഇനീഷ്യൽ ടൈമും ഉണ്ടാവും, ഒരു ഫൈനൽ ടൈമും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇനീഷ്യൽ ടൈമിൽ ഉണ്ടായിരുന്ന ആ ഒരു ലെങ്ത്തിനെയാണ് നമ്മൾ L0 എന്നതുകൊണ്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ R എന്നത് എന്താണ്? ഗ്രോത്ത് റേറ്റ് ആണ്. നമ്മൾ ഗ്രോത്ത് റേറ്റ് ഡിവൈഡഡ് ബൈ ഇലോങ്ങേഷൻ പെർ യൂണിറ്റ് ടൈം ആണ് നമ്മൾ R എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് എന്ത് കണ്ടുപിടിക്കുക? അരിത്തമെറ്റിക് ഗ്രോത്ത് കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് വരുന്നതാണ് ജിയോമെട്രിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഡോട്ടർ സെൽസിന് മൈറ്റോട്ടിക് ഡിവിഷൻ ആണ് സംഭവിക്കുന്നത്. അപ്പം കുറേ സെൽസ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അല്ലേ. മൈറ്റോട്ടിക് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനെ സെൽസ് ഉണ്ടാവുകയാണ്. അപ്പം ഈ ഒരു മൾട്ടിപ്ലൈ ചെയ്തുണ്ടാവുന്ന ഒരു സെല്ലിൻ്റെ ആ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും. അതായത് സിഗ്മോയിഡ് ഷേപ്പ് നമ്മൾ പഠിച്ചിട്ടില്ലേ, സിഗ്മോയിഡ് ഷേപ്പിലായിരിക്കും ഇതിൻ്റെ ഗ്രാഫ് ഇരിക്കുക. ആൻഡ് ഇതിൽ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ഗ്രാഫിൽ കുറച്ച് ഫേസ് തന്നിട്ടുണ്ട്. അതായത് ലാഗ് ഫേസ് ഉണ്ട്, എക്സ്പൊണൻഷ്യൽ ഫേസ് ഉണ്ട്, സ്റ്റേഷനറി ഫേസ് ഉണ്ട്. അപ്പോൾ ഈ 3 ഫേസും എവിടെയാണ് വരുന്നത് എന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. കാരണം ചിലപ്പം ABC എന്നൊക്കെ തന്നിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ഒരു പ്ലാന്റ് ഗ്രോ ചെയ്യുമ്പം അതിൻ്റെ ഗ്രോത്ത് ഫസ്റ്റ് എന്തായിരിക്കും? കുറച്ചൊരു ലാഗ് ഉണ്ടാവും. ആ ഒരു സമയത്തിനെയാണ് നമ്മൾ ലാഗ് ഫേസ് എന്ന് പറയുന്നത്. അതിനുശേഷം അതിന് ആവശ്യത്തിനുള്ള റിസോഴ്സസ് ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ വലിയൊരു ഗ്രോത്ത് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അതായത് ഒരു ഹ്യൂജ് ഗ്രോത്ത് ഉണ്ടാകുന്ന ആ ഫേസിനെ നമ്മൾ എന്താ വിളിക്കുക? എക്സ്പൊണൻഷ്യൽ ഫേസ് എന്നാണ് വിളിക്കുക. അതിനുശേഷം ഒരു പെർട്ടിക്കുലർ ഒരു ടൈം എത്തിക്കഴിയുമ്പം ഇതിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു നോർമൽ, ഒരു ഇക്വിലിബ്രിയം ലെവലിൽ ഇങ്ങനെ നേരെ ഒരു സ്റ്റേഷനറി ആയിട്ടുള്ള ലെവലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിനെ നമ്മൾ സ്റ്റേഷനറി ഫേസ് എന്ന് വിളിക്കും. അപ്പോൾ ഈ സിഗ്മോയിഡ് ഷേപ്പിൽ എങ്ങനെയൊക്കെ ഉണ്ട്? ലാഗ് ഫേസ് ഉണ്ട്, എക്സ്പൊണൻഷ്യൽ ഫേസ് ഉണ്ട്, സ്റ്റേഷനറി ഫേസ് ഉണ്ട്. അത് എവിടെയൊക്കെയാണ് വരുന്നതെന്ന് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഈക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ W1 ഈസ് ഈക്വൽ ടു W0 e⁻RT എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് W1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനൽ സൈസാണ്. എപ്പോഴാണോ നമ്മൾ അതിൻ്റെ സൈസ് മെഷർ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ W1 എന്നതുകൊണ്ട് പറയുന്നത്. ആൻഡ് W0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതിൻ്റെ ഇനീഷ്യൽ സൈസ്, ഒരു ടൈമിലുള്ള ആ ഒരു പീരീഡിനുള്ള സൈസിനെയാണ് നമ്മൾ W0 എന്നതുകൊണ്ട് പറയുന്നത്. ആൻഡ് R എന്ന് പറഞ്ഞാൽ അവിടെ ഗ്രോത്ത് റേറ്റ് ആണ്. T എന്ന് പറഞ്ഞാൽ ടൈം ഓഫ് ഗ്രോത്ത്, ആ ഒരു ടൈം പീരീഡ് ആണ്. ആൻഡ് E എന്ന് പറഞ്ഞാൽ ഒരു ലോഗരിതമിൻ്റെ ബേസ് ആണ്. അപ്പം ഈ ഒരു ഇക്വേഷൻ മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് 2 ടൈപ്പ് ഗ്രോത്ത് വരുന്നത്. ആൻഡ് ഈ കണ്ട സിഗ്മോയിഡ് കർവ് ഉണ്ടല്ലോ, അതാണ് ഈ ലിവിങ് ഓർഗാനിസംസ് നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ ജീവിക്കുന്നു എന്നതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് ഈ സിഗ്മോയിഡ് കർവ് കാണിക്കുന്നത്. അതായത് സിഗ്മോയിഡ് കർവ് രീതിയിലുള്ള ആ ഗ്രോത്ത് കാണിക്കുന്ന എവിടെയുള്ള ആൾക്കാരാണ്? നാച്ചുറൽ ഹാബിറ്റാറ്റിൽ ജീവിക്കുന്നതാണ്.
അല്ലെങ്കിൽ നമ്മളൊരു ആർട്ടിഫിഷ്യൽ ഹാബിറ്റാറ്റ്, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഹാബിറ്റാറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളൊരു ക്രോപ്പ് ഫീൽഡ് എടുത്തു, അല്ലെങ്കിൽ ഒരു അക്വേറിയം നമ്മൾ എടുത്തു. ഇതൊക്കെ എന്താണ്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഹാബിറ്റാറ്റ്സാണ്. അപ്പോൾ അവിടെയൊക്കെ ജീവിക്കുന്നവർക്ക് ഏത് ടൈപ്പ് ഗ്രോത്ത് ഉണ്ടാവുക, നമുക്ക് എപ്പോഴും ആ ഒരു ഫസ്റ്റ് കണ്ട രീതിയിലുള്ള അല്ലേ എക്സ്പോണൻറ്റ്, അതായത് നമ്മുടെ ലോജിസ്റ്റ് അരിത്തമെറ്റിക് ഗ്രോത്ത് ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ 2 ടൈപ്പ് ഗ്രോത്ത് റേറ്റുകൾ നോക്കാം. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഈസ് അബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റ് ആൻഡ് റിലേറ്റീവ് ഗ്രോത്ത് റേറ്റ്. അപ്പോൾ അബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ മെഷർമെന്റ് ആൻഡ് കമ്പാരിസൺ ഓഫ് ടോട്ടൽ ഗ്രോത്ത് പെർ യൂണിറ്റ് ടൈമിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് ഗ്രോത്ത് എന്ന് പറയുന്നത്. അതായത് മൊത്തത്തിലുള്ള ആ ഒരു റേറ്റ് അല്ലേ, മൊത്തത്തിലുള്ള ആ ഒരു ഗ്രോത്തിന്റെ റേറ്റ് യൂണിറ്റ് ടൈമിൽ എത്രയായിരുന്നു എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു വർഷത്തേക്കുള്ളൊരു ഗ്രോത്ത് റേറ്റ് ആണ് എടുക്കുന്നതെങ്കിൽ അത് ആ ഒരു വർഷമായിരിക്കില്ല ആ യൂണിറ്റ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ആ ടൈമിലുണ്ടായ ആ ഒരു ഗ്രോത്ത് റേറ്റിനെ നമ്മൾ അബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റ് എന്ന് വിളിക്കുന്നു. ഇനി റിലേറ്റീവ് ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ ഗ്രോത്ത് ഓഫ് ദി ഗിവൺ സിസ്റ്റം ഇൻ പെർ യൂണിറ്റ് ടൈം എക്സ്പ്രസ്ഡ് പെർ യൂണിറ്റ് ഇനിഷ്യൽ പാരാമീറ്റർ ഈസ് കോൾഡ്. അതായത് നമ്മൾ ഇനിഷ്യലി ഒരു ഗ്രോത്ത് റേറ്റ് എടുത്തു, അതിനുശേഷം നമ്മൾ ഒരു ഫൈനൽ ഗ്രോത്ത് റേറ്റ് എടുത്തു. ഇത് തമ്മിലുള്ളൊരു കമ്പാരിസൺ ആണ് നമ്മൾ റിലേറ്റീവ് ഗ്രോത്ത് റേറ്റിൽ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് കണ്ടീഷൻസ് ഫോർ ഗ്രോത്ത്. ഒരു പ്ലാന്റ് ഗ്രോ ചെയ്യണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് അതിന് കൊടുക്കണമെന്ന് നോക്കാം. എന്തൊക്കെയാണ് നമുക്കറിയാം അല്ലെ, വാട്ടർ വേണം, പിന്നെ ഓക്സിജൻ വേണം, ന്യൂട്രിയൻസ് വേണം, ടെമ്പറേച്ചർ വേണം, ലൈറ്റ് വേണം, ഗ്രാവിറ്റി വേണം. ഈ എല്ലാ ഫാക്ടേഴ്സും ചേർന്നാൽ മാത്രമാണ് നല്ല രീതിയിൽ ഒരു പ്ലാന്റിനെ ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഇതെല്ലാം അതിൻ്റെ ഒപ്റ്റിമം കണ്ടീഷനിൽ വേണമെന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമ്മളിപ്പോൾ പോകുന്നത് ഡിഫറൻസിയേഷൻ, ഡീഡിഫറൻസിയേഷൻ ആൻഡ് റീഡിഫറൻസിയേഷനിലേട്ടാണ്. അപ്പോൾ ഇത് കുറച്ചൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ മക്കളെല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തോടെ ഇതിൻ്റെ ഒരു സംശയം അങ്ങ് മാറ്റിയെടുക്കാം. ഓക്കെ, ഫസ്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്കറിയാം ഈ മെരിസ്റ്റമാറ്റിക് സെൽസ് അല്ലേ, മെരിസ്റ്റമാറ്റിക് സെൽസ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മെച്യൂർ സെൽസ് ആയിട്ട് മാറുമെന്ന് നമുക്കറിയാം. ആ മെച്യൂർ സെൽസ് എല്ലാം എന്തെങ്കിലും ഒരു ടിഷ്യൂ ആയിട്ട് മാറും. അതായത് ഒരേപോലെയുള്ള സെൽസിനെയാണ് നമ്മൾ ടിഷ്യൂ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ടിഷ്യൂ ആയിട്ട് മാറി അവരൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി, ഫങ്ഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി അവർ റെഡി ആയിട്ടിരിക്കും. അതിനെയാണ് നമ്മൾ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. അതായത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് മെച്ചുറായി അവരൊരു ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി അവർ ആ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ അതിനെ നമ്മൾ ഡിഫറൻഷിയേഷൻ എന്ന് വിളിക്കുന്നു. ഓക്കെ അല്ലേ? ദെൻ അടുത്തത് ഡിഫറൻസിയേഷൻ ആണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു എക്സാമ്പിളോടെ പറയാം. നമ്മുടെ സെക്കൻഡറി ഗ്രോത്ത് പഠിക്കുമ്പോൾ നമ്മുടെ ഒരു സൈലും ഫ്ലോയോ അല്ലേ, അപ്പോൾ സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ഇടയിലുണ്ട് എന്തുണ്ട്, ക്യാമ്പിയം ഉണ്ട്. അതിൻ്റെ ഇടയിൽ മാത്രമല്ല നമ്മൾക്ക് ഇന്റർഫെസിക്കുലാർ ക്യാമ്പിയവും അതിൻ്റെ ഇടയിലുള്ള സെൽസിൽ, പാരൻകൈമ സെൽസിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഒരു സ്റ്റേജ് എത്തുമ്പം ഈ പാരൻകൈമ സെൽസ് എന്ത് ചെയ്യും, അവരുടെ ആ ഒരു പെർഫോം ചെയ്യുന്ന ആ ഒരു ആക്ടിവിറ്റി വിട്ടിട്ട് അവർക്ക് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി അവർ റീഗെയിൻ ചെയ്യും. അതായത് പുതിയ സെൽസിനെ ഉണ്ടാക്കാനുള്ള ആക്ടിവിറ്റി അവർ റീഗെയിൻ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെയുള്ള സെൽസിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കിട്ടും. മനസ്സിലായോ? സാധാരണ മെച്യൂർ സെൽസ് ഡിവൈഡ് ചെയ്യാറില്ല, പക്ഷേ ഇങ്ങനെ മെച്യൂർ സെൽസ് ഡിവൈഡ് ചെയ്യുന്ന കപ്പാസിറ്റി റീഗെയിൻ ചെയ്യുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും, ഡിഫറൻസിയേഷൻ എന്ന് വിളിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ ഇന്റർഫെസിക്കുലാർ ക്യാമ്പിയം കേട്ടോ. അപ്പോൾ ഇന്റർഫെസിക്കുലാർ ക്യാമ്പിയം ആണ്, എന്നിട്ടാണ് ലാസ്റ്റ് ആ ക്യാമ്പിയൽ റിംഗ് ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അതാണ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഇനി റീഡിഫറൻസിയേഷൻ. അപ്പം ഡിഫറൻസിയേഷൻ കഴിഞ്ഞു, ഡിഫറൻസിയേഷൻ കഴിഞ്ഞു, ഇനി റീഡിഫറൻസിയേഷൻ ആണ്. ഇപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട്, അതായത് ഒരു സെല്ല് അതിന് റീഗെയിൻ ചെയ്തു കപ്പാസിറ്റി അല്ലേ, സെൽസിനെ വീണ്ടും ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി റീഗെയിൻ ചെയ്തു, അതായത് അതിൻ്റെ മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി റീഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുന്നത്, അത് വീണ്ടും പുതിയ സെൽസിനെ കട്ട് ഓഫ് ചെയ്തില്ലേ. അങ്ങനെ പുതിയ സെൽസ് ഉണ്ടാവുന്നതിന് ആ ന്യൂലി ഫോംഡ് സെൽസിന് വീണ്ടും എന്ത് കപ്പാസിറ്റി കിട്ടുകയാണ്, ഒരു ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റി കിട്ടുകയാണ്. ദേ ആർ മെച്യൂറിങ് അല്ലേ, ദേ ബിക്കം മെച്യൂർ. അങ്ങനെ ആവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റീഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ 3 ടേമും മക്കൾ പ്രത്യേകം ശ്രദ്ധിച്ച് വെക്കുക കേട്ടോ. ഓക്കെ, ഇനി പ്ലാൻ ഡെവലപ്മെൻറ്റ് നമുക്ക് എങ്ങനെയൊക്കെ നടക്കാം നോക്കിക്കോളൂ. ഇപ്പം നമുക്കൊരു പ്ലാന്റ് അല്ലേ, ഒരു പ്ലാന്റിൽ നമുക്ക് മെരിസ്റ്റമാറ്റിക് സെൽസ് ഉണ്ടായി, മെരിസ്റ്റമാറ്റിക് സെൽസിന് പ്ലാസ്മാറ്റിക് ഗ്രോത്ത് നടന്നു, അതായത് ഡിഫറൻസിയേഷൻ നടന്നു, അതിനുശേഷം മെച്യൂർ സെല്ലായിട്ട് മാറുകയാണ്. ഇനി വേറെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഇലോങ്ങേഷൻ നടന്നിട്ട് മെച്ചുറേഷൻ നടന്ന് വീണ്ടും മെച്യൂർ സെല്ലായിട്ട് മാറുകയാണ്.
ഈ മെച്യൂർ സെൽസിന് സെനസെൻസ് സംഭവിക്കുന്നു, ഡെത്ത് ഉണ്ടാവുന്നു. ഇതാണ് പ്ലാന്റിന്റെ ഒരു ഓവറോൾ ഡെവലപ്മെന്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പിക്ചർ അല്ലെങ്കിൽ ഈ ഒരു റെപ്രസെന്റേഷൻ നിങ്ങൾ നോക്കി വെച്ചിരിക്കുക. എന്താണ്? ഫസ്റ്റ് സെൽ ഡിവിഷൻ നടക്കുന്നു. സെൽ ഡിവിഷൻ നടന്ന് അവിടെയും ഉണ്ടാവുന്നുണ്ട് മെരിസ്റ്റമാറ്റിക് സെൽസ് ഉണ്ട്. അതിൽ നിന്ന് പ്ലാസ്മാറ്റിക് ഗ്രോത്ത് സംഭവിക്കുന്നു, ഡിഫറൻസിയേഷൻ സംഭവിക്കുന്നു, മെച്യൂർ സെൽ ഉണ്ടാവുന്നു. ദെൻ എക്സ്പാൻഷൻ അല്ലെങ്കിൽ സെൽ ഇലോങ്ങേഷൻ സംഭവിച്ചിട്ട് വീണ്ടും മെച്ചുറേഷൻ നടന്ന് നമുക്ക് മെച്യൂർ സെൽസ് ഉണ്ടാവുന്നുണ്ട്. ഈ മെച്യൂർ സെൽസിന് വീണ്ടും ഒരു എന്താ പറയുക, അതിനൊരു ആയുസ് എത്തുമല്ലോ. അപ്പോൾ അതിൻ്റെ സെനസെൻസ് സംഭവിച്ചിട്ടാണ് അത് ഡെത്തിലോട്ട് പോകുന്നത്. അപ്പം ഇത്രയാണ് ആ ഒരു ഇതിൽ വരുന്നത്. ആൻഡ് നമുക്കിനി പറയാനുള്ളത് ഹെട്രോഫില്ലി എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ആണ്. അപ്പോൾ ഈ ഹെട്രോഫില്ലി എന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് പ്ലാസ്റ്റിസിറ്റി എന്താണെന്ന് അറിയണം അല്ലേ. അപ്പോൾ പ്ലാസ്റ്റിസിറ്റി നിങ്ങൾക്ക് എപ്പോഴും ചിലപ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. Plants follow different pathway in response to environment or phases of life to form different kinds of structure. അതായത് ഒരു പ്ലാന്റ് തന്നെ പല ഒരു ഇതിന് വേണ്ടിയിട്ട് ഓരോ സമയങ്ങളിൽ ചിലപ്പം അത് ജുവനൈൽ ഫേസിലാവും, അല്ലെങ്കിൽ അത് മെച്യൂർ ഫേസിലായിരിക്കും. അപ്പോൾ അതിൻ്റെ അഡാപ്റ്റേഷൻസ് ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു പ്ലാന്റ് തന്നെ ബോത്ത് വാട്ടറിലും നമുക്ക് കരയിലും കാണാനായിട്ട് പറ്റും അല്ലേ. അപ്പം അങ്ങനെയുള്ള പ്ലാന്റ്സിലൊക്കെ നോക്കുമ്പോൾ അവരുടെ അഡാപ്റ്റേഷൻസ് അല്ലെങ്കിൽ അവർ താമസിക്കുന്ന ആ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് വേറെ വ്യത്യസ്തമുള്ളതായിരിക്കും. അപ്പം ഇതിന് വേണ്ടിയിട്ട് അവർക്കൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് അഡാപ്റ്റേഷൻസ് ഉണ്ടാവും. സ്പെഷ്യൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സ്ട്രക്ചേഴ്സ് സെയിം പ്ലാന്റിൽ കാണിക്കും. അങ്ങനെയുള്ള കപ്പാസിറ്റിയെ നമ്മൾ എന്ത് വിളിക്കും? പ്ലാസ്റ്റിസിറ്റി എന്ന് വിളിക്കും. അപ്പോൾ ഈ പ്ലാസ്റ്റിസിറ്റിക്ക് ഒരു എക്സാമ്പിളാണ് നമ്മുടെ ഹെട്രോഫില്ലി എന്ന് പറയുന്നത്. അപ്പോൾ ഹെട്രോഫില്ലി എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? ഹെറ്ററോ എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആണ്. ഫില്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലകൾ അല്ലെങ്കിൽ ലീവ്സിനെയാണ് നമ്മൾക്ക് ഫില്ലി എന്ന് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹെട്രോഫില്ലി എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ലീവ്സ് ആണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത് എന്താണ്? കോട്ടനും കൊറിയാണ്ടറും ലാക്സ്പെറും ആണ്. അപ്പോൾ ഈ 3 എക്സാമ്പിൾസ് ആണ് നിങ്ങൾക്ക് NCERT കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവരുടെ ജുവനൈൽ ഫേസിൽ, അതായത് ചെറിയ ഒരു പ്രായത്തിൽ സീഡ്ലിംഗ് പോലെ ആയിരിക്കുന്ന സമയത്ത് ഇവർക്കുണ്ടാവുന്ന ലീവ്സിൽ നിന്നും വളരെ വ്യത്യസ്ത ലീവ്സ് ആയിരിക്കും അവർ മെച്യൂർ ഫേസിൽ അല്ലെങ്കിൽ ഒരു അഡൽട്ട് സ്റ്റേജിലോട്ട് എത്തുമ്പോഴുള്ള ആ ഒരു ലീവ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഹെട്രോഫില്ലി ഡ്യൂ ടു എൻവയോൺമെൻറ്റ് കൊണ്ടും ഹെട്രോഫില്ലി ഉണ്ടാവുക അല്ലേ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളായിട്ടാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് എന്താണ്? ബട്ടർ ക്യാപ്പ് എന്ന് പറയുന്ന ആ ഒരു പ്ലാന്റ്. ഈ ബട്ടർ ക്യാപ്പിൻ്റെ ലീവ്സ് എന്ന് പറയുന്നത് വാട്ടറിലും എയറിലും പ്രസൻ്റ് ആണ്. അപ്പം ഇതിൽ 2 രീതിയിലും 2 ലീവ്സ് ആണ്, 2 രീതിയിലുള്ള ലീവ്സ് ആണ് അവിടെ ഉണ്ടാവുന്നത്. അതിൻ്റെ ഒരു പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. ഹെട്രോഫില്ലിയും ലാക്സ്പെറിൽ ജുവനൈൽ ഫേസിൽ അതിൻ്റെ ലീഫ് ഡിഫറൻസ്, ആൻഡ് അഡൽട്ട് ഫേസിലേക്ക് വരുമ്പം ലീഫിന് വ്യത്യാസം വരുന്നുണ്ട്. ആൻഡ് നമ്മുടെ ബട്ടർ ക്യാപ്പിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റിൽ അല്ലെങ്കിൽ ലാൻഡിൽ ഉണ്ടാവുന്നത് ആ ഒരു ടൈപ്പിലാണ് ഇരിക്കുന്നത്. അക്വാട്ടിക് ഹാബിറ്റാറ്റിൽ അല്ലെങ്കിൽ വാട്ടറിൽ ഉണ്ടാവുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ലീഫ് ഇരിക്കുന്നത്. അപ്പം ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇനി ഗ്രോത്ത് ആൻഡ് ഡിഫറൻസിയേഷൻ നമുക്ക് ഏതൊക്കെ ഫാക്ടേഴ്സിൻ്റെ ബേസിൽ നോക്കാം കേട്ടോ. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് വരുന്നത് നമ്മുടെ ഇൻട്രൻസിക് ഫാക്ടറാണ്. അപ്പോൾ ഇൻട്രൻസിക് ഫാക്ടർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്? അകത്തുള്ള പ്ലാന്റിൻ്റെ ഉള്ളിലുള്ള ഫാക്ടേഴ്സിനെയാണ് നമ്മൾ ഇൻട്രൻസിക് ഫാക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ആൻഡ് എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ക്ലൈമറ്റിൽ നിന്ന് അല്ലെങ്കിൽ ആ എൻവയോൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഫാക്ടേഴ്സാണ് എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ്? ലൈറ്റ്, ടെമ്പറേച്ചർ, വാട്ടർ, ഓക്സിജൻ, ന്യൂട്രീഷൻ. ഇതൊക്കെ എന്താണ്? ഒരു പ്ലാൻ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറൻസിയേഷന് വേണ്ടിയിട്ടുള്ള എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ് ആണ്. ഇനി ഇൻട്രിൻസിക് ഫാക്ടേഴ്സിലേക്ക് വരുമ്പോൾ തന്നെ സെൽസിൻ്റെ അകത്തുള്ള ഫാക്ടേഴ്സും ഉണ്ട്, സെൽസിൻ്റെ ഇടയിലുള്ള ഫാക്ടേഴ്സും ഉണ്ട്. 2 സെൽസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ അതിൻ്റെ ഒരു മെസ്സഞ്ചർ ആയിട്ട് നിൽക്കുന്ന ഫാക്ടേഴ്സും ഉണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇൻട്രാ സെല്ലുലാർ എന്ന് പറഞ്ഞാൽ സെൽസിൻ്റെ അകത്തുള്ള ഫാക്ടേഴ്സ് ആണ്. അതെന്തായിരിക്കും? ജനറ്റിക് ഫാക്ടേഴ്സ് ആയിരിക്കും അല്ലേ. ഹെറിഡിറ്ററിയിലൂടെ അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസിലൂടെ കിട്ടുന്ന ഫാക്ടേഴ്സ് ആണ് ആ ഇൻട്രാ സെല്ലുലാർ ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി ഇന്റർ സെല്ലുലാർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞ ഒരു മെസ്സഞ്ചർ പോലെ ആക്ട് ചെയ്യുന്നതാണ്. അതാണ് പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമ്മുടെ പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സിനെയാണ് കൂടുതലായിട്ട് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റർ അല്ലെങ്കിൽ PGR എന്ന് പറയുന്നത് എന്താണ്? സ്മോൾ സിമ്പിൾ മോളിക്യൂൾസ് ഓഫ് ഡൈവേഴ്സ് കെമിക്കൽ കമ്പോസിഷൻ ദാറ്റ് റെഗുലേറ്റ് പ്ലാൻ ഗ്രോത്ത്. പല രീതിയിൽ പ്ലാന്റിൻ്റെ ഗ്രോത്തിനെ റെഗുലേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ PGR എന്ന് നമ്മൾ പറയും. അപ്പോൾ ഈ പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്ററിൽ തന്നെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എന്താണ്? ഒന്ന് പ്ലാൻ ഗ്രോത്തിനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യുന്നവരുണ്ടാവും, അല്ലെങ്കിൽ പ്ലാൻ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നവരുണ്ടാവും. ഓക്കെ, 2 രീതിയിൽ പ്ലാന്റിൻ്റെ ഗ്രോത്തിനെ റെഗുലേറ്റ് ചെയ്യാം.
അപ്പൊ പ്രൊമോട്ടറിൽ വരുന്നതെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? സെൽ ഡിവിഷൻ പ്രൊമോട്ട് ചെയ്യുന്നവരിലാണ്. പിന്നെ സെൽ എൻലാർജ്മെന്റ്, ട്രോപ്പിക്കൽ ഗ്രോത്ത്, ഓരോ പാറ്റേൺസ് ഒക്കെ ഫോം ചെയ്യില്ലേ, അങ്ങനെ പാറ്റേൺസ് ഫോം ചെയ്യുന്നത്, ഫ്ലവർ ഉണ്ടാവുന്നത് ആൻഡ് ഫ്രൂട്ട്സ് ഉണ്ടാവുന്നത്, ഈ സീഡ് ഫോം ചെയ്യുന്നത്, ഇതെല്ലാം എന്താണ്? പ്ലാന്റ് ഗ്രോത്തിന്റെ പ്രൊമോഷൻ ആണ് അല്ലെ. പ്രൊമോട്ടേഴ്സ് ആണ് ഇതെല്ലാം ചെയ്യുന്നത്. അതിന്റെ എക്സാമ്പിൾസ് ആണ് ഓക്സിൻ, ഗിബർലിൻസ് ആൻഡ് സൈറ്റോകൈനിൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വരുന്നത് പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സ് ആണ്. അപ്പൊ പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റർ എന്ന് പറയുമ്പോൾ ചില സാഹചര്യങ്ങളിൽ പ്ലാന്റിന് അധികം അങ്ങ് വളരേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ ഒരു നമുക്ക് ഒരു ക്ലൈമറ്റ് അല്ലെ, അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനിലൊന്നും പ്ലാന്റ്സിന് അങ്ങനെ ഗ്രോ ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെയുള്ള സമയത്താണ് നമ്മുടെ ഇൻഹിബിറ്റേഴ്സിന്റെ ജോലിയുള്ളത്. അപ്പൊ ഇൻഹിബിറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? ഡോർമൻസി ആൻഡ് അബ്സഷൻ ആയിരിക്കും അല്ലെ. ഡോർമൻസി എന്ന് പറഞ്ഞാൽ എന്താ? സീഡിനൊക്കെയാണ് സംഭവിക്കുന്നത്. അത് ആ ഒരു ജെർമിനേറ്റ് ചെയ്യാതെ കുറെ കാലം ഇരിക്കുന്നതിനെയാണ് നമ്മൾ ഡോർമൻസി എന്ന് പറയുന്നത്. ആൻഡ് അബ്സഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇലയൊക്കെ കൊഴിഞ്ഞു താഴെ വീഴില്ലേ, അതിനെയാണ് അബ്സഷൻ എന്ന് പറയുന്നത്. ആൻഡ് റെസ്പോൺസ് ടു വൂണ്ട്സ് ആൻഡ് സ്ട്രെസ്സസ് ഓഫ് ബയോട്ടിക് ആൻഡ് എബയോട്ടിക് ഒറിജിൻസ്. അപ്പം നമുക്ക് പല രീതിയിലും ഒരു പ്ലാന്റിന് അതിൻ്റെ എൻവയോൺമെന്റിൽ നിന്നും പല രീതിയിലുള്ള സ്ട്രെസ്സുകൾ ഉണ്ടാവും. ആ ഒരു സ്ട്രെസ്സിനെ എല്ലാം എന്ത് ചെയ്യാൻ പറ്റും? റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി, അപ്പോൾ അവരുടെ ഗ്രോത്ത് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻഹിബിറ്റിംഗ് ആക്ടിവിറ്റീസ് എല്ലാം കാണിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് മക്കളെ 2 പേരുണ്ട്. ഏതൊക്കെയാണ്? നമ്മുടെ അബ്സിസിക് ആസിഡും പിന്നെ എത്തിലീനുമാണ് അല്ലേ. അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റർ ആരാണ്? പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ആരൊക്കെയാണെന്നുള്ളത്. അപ്പോൾ എത്തിലീൻ എന്ന് പറയുമ്പം ഇവിടെ നമ്മൾ പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്ററിലാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എന്നാലും എന്താണ്, അതിന് കുറച്ചൊരു ചായ്വ് ആരോടുണ്ട്? നമ്മുടെ പ്രൊമോട്ടേഴ്സിലേക്ക് ഒരു ചായ്വുണ്ട്. അതായത് ഇത് പ്രൊമോട്ടും ചെയ്യും, ചില സമയങ്ങളിൽ അത് പ്രൊമോട്ടും ചെയ്യും. പക്ഷെ കൂടുതലും എന്താണ് ചെയ്യുന്നത്? ഇൻഹിബിറ്റിംഗ് ആക്ടിവിറ്റി ആയതുകൊണ്ട് ഇതിനെ നമ്മൾ ഇൻഹിബിറ്റേഴ്സിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എത്തിലീനിൽ 2 ടൈപ്പ് റെഗുലേഷനും അവർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഫസ്റ്റ് വൺ നമ്മുടെ ഓക്സിൻ ആണ്. അപ്പോൾ ഓക്സിൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കാം. ഇപ്പൊ ഇവിടെ ഓക്സിൻ കണ്ടുപിടിച്ചിരിക്കുന്നത് എന്താണ്? ചാൾസ് ഡാർവിനും അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ഫ്രാൻസിസ് ഡാർവിനും കൂടിയാണ് ആദ്യമായിട്ട് ഓക്സിൻ ഒരു കണ്ടുപിടിച്ചത്. അല്ലെങ്കിൽ എവിടെ നിന്നാണ് കണ്ടുപിടിച്ചതെന്ന് അറിയാമോ? കോളിയോപ്റ്റൈൽ ഓഫ് കാനറി ഗ്രാസ്. ഇത് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡാർവിൻ എന്ന് പറയുമ്പോൾ എന്താണ്? കോളിയോപ്റ്റൈൽ ഓഫ് കാനറി ഗ്രാസ് എന്നത് നിങ്ങൾ ഓർത്ത് വെക്കുക ഓക്സിന്റെ കേസിൽ. ദെൻ ഇവിടെ പറയുന്ന മറ്റൊരു സയന്റിസ്റ്റ് ആണ് FW വെൻറ്റ് എന്ന് പറയുന്ന സയന്റിസ്റ്റ്. അദ്ദേഹം എവിടെ നിന്നാണോ ഐസൊലേറ്റ് ചെയ്തതെന്ന് അറിയാമോ? ഓട്ട് സീഡ്ലിങ്ങിന്റെ ആ ഒരു കോളിയോപ്റ്റയിൽ നിന്നാണ് ഈ ഓക്സിനെ ഐസൊലേറ്റ് ചെയ്തത്. ആൻഡ് ആദ്യമായിട്ട് ഈ ഓക്സിൻ ഐസൊലേറ്റ് ചെയ്തത് എവിടെ നിന്നാണെന്ന് വെച്ചാൽ നമ്മുടെ ഹ്യൂമൻ യൂറിൽ നിന്നാണ് ഓക്സിൻ ഫസ്റ്റ് ടൈം ഐസൊലേറ്റ് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ഒരു പിക്ചർ അല്ലേ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വേറൊരു പിക്ചറായിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പം നിങ്ങൾ എപ്പോഴും ആ ഒരു NCERTയിലെ പിക്ചർ തന്നെ ഫോളോ ചെയ്യുക. ഇത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി നമുക്ക് ഈ ഒരു പിക്ചർ നോക്കാം. അപ്പോൾ ഇവിടെ എന്താണ്? സൺ അല്ലേ, സണ്ണിനെയാണ് ആ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സൺ അടിക്കുമ്പോൾ ആ സൺ എവിടെയാണോ വരുന്നത് അവിടെയായിരിക്കും നമ്മുടെ ഓക്സിൻസ് തന്നെയാണ് ഈ IAA എന്ന് പറയുന്നത്. ഇൻഡോൾ 3 അസറ്റിക് ആസിഡ് ആണ് ഓക്സിൻ. അപ്പോൾ ഈ ഓക്സിൻസ് അവിടെ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യും അല്ലെ, ആ ഒരു ടിപ്പിനകത്ത് അക്യുമുലേറ്റ് ചെയ്യും. ഇനി ആ സണ്ണിൻ്റെ ആ ഒരു ഇത് മാറുകയാണ്, ഡയറക്ഷൻ മാറുമ്പോൾ ഇതെല്ലാം അതടിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോയിട്ട് അവിടെയാണ് അക്യുമുലേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അതായത് നമ്മുടെ IAA മോളിക്യൂൾസ് എല്ലാം സണ്ണിൻ്റെ ആ റേസ് എവിടെയാണോ അടിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സിലോട്ട് മാറും. അപ്പോൾ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ അവിടെ ഒരു ബെൻഡിങ് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മുടെ ഈ പ്ലാന്റ്സ് ഒക്കെ സണ്ണ് എവിടെ നിന്നാണ് നമുക്ക് സൺലൈറ്റ് കിട്ടുന്നത് അങ്ങോട്ടേക്ക് ബെൻഡ് ചെയ്ത് വളരുന്നത്. അതിൻ്റെ കാരണം ഈ ഒരു ആക്ടിവിറ്റിയാണ്, നമ്മുടെ ഓക്സിൻ്റെ ഈ ആക്ടിവിറ്റിയാണ് അതിന് കാരണമായിട്ട് വരുന്നത്. ആൻഡ് നമുക്ക് ടൈപ്പ് ഓഫ് ഓക്സിൻസിൽ വരുമ്പോൾ 2 ടൈപ്പ് ഓക്സിൻസ് ഉണ്ട്. ഒന്ന് നാച്ചുറൽ ഉണ്ട്, ഒന്ന് സിന്തറ്റിക് ഉണ്ട് കേട്ടോ. അപ്പോൾ നാച്ചുറൽ ഓക്സിൻസിന്റെ എക്സാമ്പിൾ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡോൾ 3 അസറ്റിക് ആസിഡ്, ഇപ്പൊ നമ്മൾ കണ്ട IAA എന്ന് പറയുന്നത്, ആൻഡ് ഇൻഡോൾ ബ്യൂട്ടറിക് ആസിഡ് IBA എന്ന് പറയുന്നത്. ആൻഡ് ഇതൊക്കെയാണ് നമുക്ക് പിന്നെ NAA എന്ന് പറയുന്നത് സിന്തറ്റിക് നമ്മുടെ ഓക്സിൻ ആണ്. അത് നാഫ്തലിക് അസറ്റിക് ആസിഡ് എന്നാണ് പറയുന്നത്. പിന്നെ 2,4-D എന്ന് പറയുന്നതും എന്താണ്? സിന്തറ്റിക് ആയിട്ടുള്ള ഓക്സിൻ ആണ്. അപ്പം ഇത്രയും ഓക്സിൻ്റെ ആ ഒരു എക്സാമ്പിൾസ് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ.
ഇനി ഇതിന്റെ മെയിൻ കാര്യങ്ങളിലേക്ക് വരികയാണ്. എന്താണ് അതിന്റെ ഫിസിയോളജിക്കൽ എഫക്ട്സ്, ഓക്സിൻ എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? എപ്പിക്കൽ ഡൊമിനൻസ്. എപ്പിക്കൽ ഡൊമിനൻസ് എന്ന് പറയുമ്പോൾ മക്കൾ എപ്പോഴും ഫസ്റ്റ് ഓർക്കേണ്ടത് ഓക്സിനെയാണ് കേട്ടോ. ഓക്സിനാണ് പ്രൊമോട്ട് ചെയ്യുന്നത്, എപ്പിക്കൽ ഡൊമിനൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ സൈഡിലോട്ടുള്ള ആ ഒരു പാർട്ട്, ബ്രാഞ്ചസ് ഒന്നും വളരാതെ നേരെ മാത്രം വളരുന്നതിന് പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ് നമ്മുടെ ഓക്സിൻ എന്ന് പറയുന്നത്. ആൻഡ് ഇനിഷ്യേറ്റ് റൂട്ടിങ് ഇൻ സ്റ്റെം കട്ടിങ്സ്. നമുക്കറിയാം, നമ്മൾ ഓരോ നമ്മുടെ റോസ് ഒക്കെ നടുമ്പോൾ, അല്ലെങ്കിൽ ചെമ്പരത്തിയോ റോസോ അങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെ നടുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അതിൻ്റെ സ്റ്റെമ്മിനെ കട്ടിങ്സ് അല്ലെ, സ്റ്റെം കട്ടിങ്സ് എടുത്തിട്ടാണ് നടുന്നത്. അപ്പോൾ അതിൻ്റെ റൂട്ടിങ്, അതിന് റൂട്ട് ഉണ്ടായാലല്ലേ അതൊരു പുതിയ പ്ലാന്റ് ആയിട്ട് മാറുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഓക്സിൻ എന്ന് പറയുന്നത്. ആൻഡ് പ്രിവെൻറ്റ് ഫ്രൂട്ട് ആൻഡ് ലീഫ് ഡ്രോപ്പ് അറ്റ് ഏർലി സ്റ്റേജസ്. നമുക്ക് ഈ ചെറിയ പൂക്കൾ, അതുപോലെ തന്നെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഫ്രൂട്ട് താഴെ വീഴും. നമ്മൾ മാങ്ങയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു സീസണിൽ നമുക്ക് കുറേ ഇങ്ങനെ ചെറിയ ഉണ്ണി മാങ്ങകളൊക്കെ താഴെ വീണ് കിടക്കുന്നത് കാണത്തില്ലേ? അപ്പം അങ്ങനെ ഒരുപാട് താഴെ വീണ് പോകാതെ അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആളാണ് നമ്മുടെ ഓക്സിൻ എന്ന് പറയുന്നത്. അതായത് ഏർലി ഡ്രോപ്പിനെ അവർ പ്രിവെൻറ്റ് ചെയ്യും. ആൻഡ് അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ പൈനാപ്പിൾസ് എല്ലാം ഫ്ലവറിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ് ഓക്സിൻ. അതുപോലെ തന്നെ പ്രൊമോട്ട് ദി അബ്സർഷൻ ഓഫ് ഓൾഡർ മെച്യൂർ ലീഫ് ആൻഡ് ഫ്രൂട്ട്സ്. നമുക്ക് ഒരു പരിധി കഴിഞ്ഞാൽ അല്ലേ പഴുത്ത് നാശമായ ലീഫ് അല്ലെങ്കിൽ പഴുത്ത ഫ്രൂട്ടൊക്കെ താഴെ വീഴണം. അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതും ഓക്സിൻ തന്നെയാണ്. ആൻഡ് ഇൻഡ്യൂസ് പാർത്തനോകാർപ്പി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. പാർത്തനോകാർപ്പി ഇൻഡ്യൂസ് ചെയ്യുന്നത് ഓക്സിൻസ് ആണ്. അതിൻ്റെ എക്സാമ്പിൾ ടൊമാറ്റോസിലൊക്കെ നമുക്ക് പാർത്തനോകാർപ്പിക്ക് ഫ്രൂട്ട്സ് കിട്ടില്ലേ, അതൊക്കെ ഇൻഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ യൂസ്ഡ് ആസ് ഹെർബിസൈഡ്സ്. നമുക്കിതിനെ ഹെർബിസൈഡ്സ് ആയിട്ട് യൂസ് ചെയ്യാം. അതിൻ്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ സിന്തറ്റിക് ആയിട്ടുള്ള 2,4-D എന്ന് പറയുന്നത്. ഡൈക്കോഡ്സിലൊക്കെ വീഡ്സ് ഉണ്ടാവില്ല, അതായത് നമ്മുടെ കളകളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അടുത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതെന്ത് ചെയ്യുന്നുണ്ട്? കൺട്രോൾ സൈലം ഡിഫറൻസിയേഷൻ ആൻഡ് ഹെൽപ്പ് ഇൻ സെൽ ഡിവിഷൻ. നമ്മുടെ സൈലം എന്താണ് ചെയ്യുന്നത്? നമ്മുടെ വാട്ടറിൻ്റെയും മിനറൽസിൻ്റെയും ഒക്കെ ട്രാൻസ്പോർട്ടാണ് സൈലം ചെയ്യുന്നത്. അപ്പോൾ ഈ സൈലത്തിൻ്റെ ഡിഫറൻസിയേഷനും സെൽ ഡിവിഷനും ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ഓക്സിൻ എന്ന് പറയുന്നത്. മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് എപ്പിക്കൽ ഡോമിനൻസ് ആണ്. അത് പറഞ്ഞു അല്ലേ, ബഡൊക്കെ വരുന്നത് നമ്മുടെ എപ്പെക്സ് റീജിയനിലാണ്. അപ്പം ആ ഒരു ആക്സിലറി റീജിയനിലുള്ള ബഡ്സിനെ എല്ലാം അത് ഇൻഹിബിറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ആൻഡ് റിമൂവൽ ഓഫ് ഷൂട്ട് ടിപ്സ്, ഡീക്യാപിറ്റേഷൻ എന്ന് പറയുന്നതും റിസൾട്ട്സ് ഇൻ ദ ഗ്രോത്ത് ഓഫ് ലാറ്ററൽ ബഡ്സ്. അപ്പം നമ്മൾ ഈ മുകളിൽ, അതായത് നമ്മളിപ്പം കറിവേപ്പിലയൊക്കെ നടുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ അറ്റം ഇങ്ങനെ മുറിച്ചു കൊടുത്താൽ അത് ലാറ്ററൽ ആയിട്ടുള്ള ആ ഒരു ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു പറയും അല്ലേ. അതിൻ്റെ ചെറിയ സമയത്ത് തന്നെ അത് ഒരുപാട് ഹൈറ്റ് വയ്ക്കുന്നതിന് മുമ്പ് അതിൻ്റെ തലഭാഗം മുറിച്ച് കളയും അല്ലേ. ആ ഒരു ടിപ്പ് ഭാഗം മുറിച്ച് കളഞ്ഞാൽ ലാറ്ററലായിട്ട് പ്രൊമോട്ട് ചെയ്യും. അപ്പം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ടിപ്പിലാണ് എന്തുണ്ടാവുക? എപ്പിക്കൽ ബഡ്സിലാണ് ഓക്സിൻ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുക. ഇനി അടുത്തൊരു പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റർ ആണ് നമ്മുടെ ജിബർലിൻസ് അല്ലെങ്കിൽ ഗിബർലിൻസ് എന്ന് പറയുന്നത്. അവരെന്താണ്? പ്ലാൻ ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സ് ആണോ അതുപോലെ പ്രൊമോട്ടേഴ്സ് ആണോ? ഇൻഹിബിറ്റർ അല്ല, പ്രൊമോട്ടർ ആണ് അല്ലേ. അപ്പോൾ ജിബർലിൻസ് എന്ന് പറയുന്നത് എന്താണ്? ഈ ക്യുറോസോവയാണ് ഇത് ഫസ്റ്റ് ആയിട്ട് അതായത് ജിബർല ഫിജിക്യുറെ എന്ന് പറയുന്നതിൽ നിന്നും ആ ഒരു ഫംഗസിൽ നിന്നും ആ ഒരു ജിബർലിൻസിനെ എടുത്തത്. ഇത് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്, GA1, GA2, GA3 എന്ന്. അതായത് ജിബർലിക് ആസിഡ് ഫോമിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആസിഡ് ഫോമിലുള്ള പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ ഏതാണെന്ന് ചോദിച്ചാൽ മക്കൾ ഏത് എഴുതണം? ഈ ജിബർലിൻസ് ആണെന്ന് എഴുതണം കേട്ടോ. അപ്പോൾ ജിബർലിക് ആസിഡ് 1, ആസിഡ് 2, ആസിഡ് 3 എന്ന് പറയുന്ന കുറേ ടൈപ്പ് ഓഫ് ജിബർലിൻസ്, അതായത് 100 ടൈപ്പ് ഓഫ് ജിബർലിൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ആൻഡ് ഇവിടെ നമുക്ക് ജിബർലിൻ്റെ ഫിസിയോളജിക്കൽ എഫക്ട്സ് നോക്കാം എന്തൊക്കെയാണ്. പ്രൊമോട്ട് സെൽ ഇലോങ്ങേഷൻ. അപ്പോൾ സെല്ലിൻ്റെ ഇലോങ്ങേഷൻ പറഞ്ഞു അല്ലേ, ഇലോങ്ങേഷൻ ഫേസിലായിരിക്കും നമ്മുടെ ജിബർലിൻസ് കൂടുതലായിട്ടും കാണാം. അപ്പോൾ സെൽ ഇലോങ്ങേഷന് പ്രൊമോട്ട് ചെയ്യുന്നു. ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഗ്രേപ്സ് വിത്ത് ലോങ് സ്റ്റോക്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ഒരു പോയിന്റ് ആണ്. ഗ്രേപ്സിലെല്ലാം ലോങ് സ്റ്റോക്ഡ് ആയിട്ടുള്ള ഗ്രേപ്സ് ഉണ്ടാവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഗിബർലിൻസ് ആണ്. ആൻഡ് പ്രൊമോട്ട് ദി പ്രൊഡക്ഷൻ ഓഫ് ലാർജ് ആപ്പിൾസ് വിത്ത് ഡെഫിനിറ്റ് ഷേപ്പ്. നല്ല ഷേപ്പുള്ള നല്ല വലിയ ആപ്പിൾസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ജിബർലിൻസ് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് പ്രൊമോട്ട് ബോൾട്ടിങ് എന്ന് പറയുന്നൊരു പ്രോസസ്സ്. എന്താണ് ബോൾട്ടിങ് എന്ന് പറഞ്ഞാൽ? ഇന്റർനോഡൽ ഇലോങ്ങേഷൻ പ്രയർ ടു ദ ഫ്ലവറിങ്. ഒരു ഫ്ലവേഴ്സിൽ അല്ലെങ്കിൽ ഫ്ലവർ ബഡ്സ് ഒക്കെ ഫോം ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ള
ആ ഒരു ഇന്റർനോഡൽ ഇലോങ്ങേഷനെയാണ് ബോൾട്ടിംഗ് എന്ന് പറയുന്നത്. ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ബോൾട്ടിംഗ് എന്ന് പറഞ്ഞാൽ ജിബർലിൻസ് ആണ് വരുന്നത്. അതിനകത്ത് വേറൊരു സംശയം വേണ്ട. മാച്ച് ദി ഫോളോയിങ്ങിലൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. ആൻഡ് ഇൻക്രീസ് ദ ഷുഗർ ഈൽഡ് ബൈ ഇൻക്രീസിങ് ദ ലെങ്ത് ഓഫ് ദ സ്റ്റെം ഓഫ് ഷുഗർ കെയിൻ. നമുക്കറിയാം ആ ഷുഗർ കെയിൻ്റെ ആ ഒരു സ്റ്റെമ്മിൽ നിന്നാണ് ആ ഒരു ജ്യൂസ് കിട്ടുന്നത് അല്ലെ, ഷുഗറിന്റെ ആ ഒരു ജ്യൂസ് കിട്ടുന്നത്. അപ്പൊ ഈ സ്റ്റെമ്മിന്റെ ഇലോങ്ങേഷന് ഹെൽപ്പ് ചെയ്യുന്നത് ജിബർലിൻസ് ആണ്. പിന്നെ അടുത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാർത്തനോകാർപ്പി ഇൻഡ്യൂസ് ചെയ്യുന്നതും ഇവരാണ്. അതുപോലെ തന്നെ നമ്മുടെ ഓക്സിൻസും പാർത്തനോകാർപ്പി ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ജിബർലിൻസും പാർത്തനോകാർപ്പി ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇൻക്രീസ് ദ റേറ്റ് ഓഫ് മോൾട്ടിംഗ് പ്രോസസ്. നമ്മുടെ മോൾട്ടിംഗ് പ്രോസസ് ഉണ്ടല്ലോ, അതായത് സ്റ്റാർച്ച് മാൾട്ടോസ് ആക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സാണ്. ആ മോൾട്ടിംഗ് പ്രോസസ്സിന്റെ ആ ഒരു റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ബ്രേക്ക് സീഡ് ഡോർമൻസി ആൻഡ് പ്രൊമോട്ട് സീഡ് ജെർമിനേഷൻ. നമുക്കറിയാം ഒരു ഡോർമൻസി ആ പീരീഡിൽ ഇരിക്കുന്നതിനെ ബ്രേക്ക് ചെയ്ത് സീഡിനെ ജെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ഗിബർലിൻസ് ആണ്. അപ്പൊ ജെർമിനേഷൻ, സീഡ് ജെർമിനേഷൻ എന്ന് പറയുന്ന ടേം കേൾക്കുമ്പോൾ ആരെ ഓർമ്മ വരണം? ഗിബർലിൻസിനെ വേണം ഓർമ്മ വരാൻ. ആൻഡ് ഡിലേ സെനസൻസ് ആൻഡ് യൂസ് ടു എക്സ്റ്റെൻഡ് ദ മാർക്കറ്റ് പീരീഡ് ഓഫ് ഫ്രൂട്ട്സ് ബൈ കീപ്പിംഗ് ദ ഫ്രൂട്ട്സ് ഓൺ ട്രീസ്. അപ്പൊ നമുക്കറിയാം പെട്ടെന്ന് ഫ്രൂട്ട്സ് ഉണ്ടായി പഴുത്ത് താഴെ വീണ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ഈ മാർക്കറ്റിലൊക്കെ കൊണ്ടുവരുമ്പോൾ അത് പെട്ടെന്ന് തീർന്നു പോകും, അല്ലാതെ ഒരു ബൾക്ക് എമൗണ്ട് ആയിരിക്കും വരുന്നത്. അപ്പൊ നമുക്കതൊരു സീസൺ കുറേ അധികം നാളുകളിലേക്ക് ആ ഒരു ഈൽഡ് നീണ്ടു നിൽക്കണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഡിലേ സെനസെൻസ്, ആ ഒരു സെനസെൻസ് ഡിലേ ചെയ്യാൻ, അതായത് അത് പഴുത്ത് താഴെ വീഴുന്ന ആ ഒരു സ്റ്റേജ് ഡിലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗിബർലിൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് സ്പ്രേയിങ് ഓഫ് ഗിബർലിൻസ് ഓൺ ജുവനൈൽ കോണിഫേഴ്സ് ഹേസൻ ദെയർ മെച്യൂരിറ്റി പീരീഡ് ആൻഡ് പ്രൊമോട്ട് ദി ഏർലി പ്രൊഡക്ഷൻ. നമ്മൾ ഈ ജിബർലിൻസ് പെട്ടെന്ന് എവിടെയെങ്കിലും സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഇത് വാങ്ങിക്കാനൊക്കെ കിട്ടുന്ന സാധനമാണ്. അപ്പൊ ഇത് സ്പ്രേ ചെയ്താൽ നമുക്ക് ഫ്ലവറിങ് ഒക്കെ പെട്ടെന്നായിട്ട് നടക്കും. ഇനി ഇതാണ് നമ്മുടെ ആ ഒരു ഇതിനകത്ത് മെയിൻ പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ആ സ്റ്റോക്സ് അല്ലെ. നമ്മുടെ മുന്തിരിയിൽ ഗ്രേപ്സിന്റെ ആ ഒരു നീളമുള്ള സ്റ്റോക്ക് ഉണ്ടാവാനും പിന്നെ സീഡ് ജെർമിനേഷനും. ഇനി അടുത്ത ആളാണ് നമ്മുടെ സൈറ്റോകൈനിൻ എന്ന് പറയുന്നത്. അപ്പൊ സൈറ്റോകൈനിൻ എന്ന് പറയുമ്പോൾ അത് കണ്ടുപിടിച്ച ആള് എഫ് സ്കൂഗ് ആണ് കേട്ടോ. എഫ് സ്കൂഗ് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കോവർക്കേഴ്സും കൂടിയാണ് ഇത് കണ്ടുപിടിച്ചത്. ആൻഡ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള ഫിസിയോളജിക്കൽ എഫക്ട്സ് ആണ് നമുക്ക് നോക്കേണ്ടത്. ഫിസിയോളജിക്കൽ എഫക്ട്സിൽ വരുമ്പം പ്രധാനമായിട്ട് വരുന്നതാണ് സെൽ ഡിവിഷനെ ഇൻഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ദേ പ്രൊമോട്ട് ന്യൂട്രിയൻ മൊബിലൈസേഷൻ വിച്ച് ഹെൽപ്സ് ഇൻ ദ ഡിലേ ഓഫ് ലീവ് സെനസെൻസ്. ഇവിടെയും എന്ത് ചെയ്യുന്നുണ്ട്? ലീവ് സെനസെൻസിനെ ഡിലേ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഡിലേ ചെയ്യുന്നതെന്ന് വെച്ചാൽ ന്യൂട്രിയൻ മൊബിലൈസേഷൻ വഴിയാണ് നമ്മുടെ ലീഫ് സെനസെൻസിനെ ഡിലേ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ പ്രൊമോട്ട് ലാറ്ററൽ ബഡ് ഫോർമേഷൻ. നമ്മൾ പറഞ്ഞു എപ്പിക്കൽ ബഡ് ആണ് ഓക്സിനിൽ വരുന്നതെങ്കിൽ ലാറ്ററൽ ബഡ് ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ സൈറ്റോകൈനിൻസ്. അതായത് ഈ എപ്പിക്കൽ ബഡിന്റെ ആ ഒരു ഡൊമിനൻസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്ക് പറ്റും? സൈറ്റോകൈനിൻസിന് പറ്റും. ആൻഡ് ഇൻക്രീസ് ദ സെൽ എക്സ്പാൻഷൻ ഇൻ ഡൈക്കോട്ടിഡൻസ് ആൻഡ് ഇൻ ലീവ്സ്. അപ്പൊ നമുക്ക് സെല്ലിന്റെ എക്സ്പാൻഷനും അവിടെ നടക്കുന്നുണ്ട്. എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? സെൽ ഗ്രോത്ത് അല്ലെ, അതും അവിടെ നടക്കുന്നുണ്ട്. പ്രൊമോട്ട് ക്ലോറോപ്ലാസ്റ്റ് ഡെവലപ്മെന്റ് ആൻഡ് ക്ലോറോഫിൽ സിന്തസിസ്. ഇത് എവിടെയാണ് നടക്കുന്നത്? സൈറ്റോകൈനിനിലാണ്. നമ്മുടെ ക്ലോറോപ്ലാസ്റ്റിനെ പറ്റിയിട്ടുള്ള പോയിന്റ് പറഞ്ഞാൽ അത് സൈറ്റോകൈനിനിലാണ് വരുന്നത് കേട്ടോ. ആൻഡ് നമ്മുടെ തേങ്ങയുടെ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ്? നമ്മുടെ സൈറ്റോകൈനിൻസ് ആണ്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നമ്മൾ പോകുന്നത്, ഇപ്പൊ ഇത്രയും പറഞ്ഞത് 3 ആൾക്കാരെ പറഞ്ഞത് പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് ആണെങ്കിൽ ഇനി ഇൻഹിബിറ്റേഴ്സിലേക്കാണ് പോകുന്നത്. അത് നമ്മുടെ എത്തിലിനും അബ്സിസിക് ആസിഡുമാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എത്തിലിൻ ആണ്. എത്തിലിൻ കണ്ടുപിടിച്ചത് കസിൻസ് എന്ന് പറയുന്ന ആ ഒരു സയന്റിസ്റ്റ് ആണ്. കസിൻസ് ആണ് ഇതിന്റെ ഒരു അതിന്റെ ഒരു പ്രസൻസ് ആദ്യമായിട്ട് കൺഫേം ചെയ്തത്. ആൻഡ് ഇതൊരു സിമ്പിൾ ഗ്യാഷ്യസ് ആയിട്ടുള്ള ഒരു ഇൻഹിബിറ്റർ ആണ്. പ്രൊമോട്ടറും കൂടിയാണ്, പക്ഷെ കൂടുതലും ഇൻഹിബിറ്റിംഗ് ആക്ടിവിറ്റി ആണുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് സിന്തസൈസ്ഡ് ഇൻ ലാർജ് എമൗണ്ട്സ് ബൈ ടിഷ്യൂസ് അണ്ടർഗോയിങ് സെനസൻസ് ആൻഡ് റൈപ്പനിങ് ഫ്രൂട്ട്സ്. അപ്പൊ ഇവിടെ ഫ്രൂട്ട് റൈപ്പനിങ്ങിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? എത്തിലിൻ ആണ്. അപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ടാവും എത്തിഫോൺ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ, എത്തിഫോൺ അടിച്ചിട്ട് വരുന്ന ഫ്രൂട്ട്സ് ആണെന്നൊക്കെ. അപ്പൊ എത്തിഫോൺ എന്ന് പറയുന്നത് എത്തിലിന്റെ വേറൊരു ഫോം തന്നെയാണ് കേട്ടോ. എത്തിലിൻ തന്നെയാണ് എത്തിഫോൺ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഫിസിയോളജിക്കൽ എഫക്ട്സിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ്? പ്രൊമോട്ട് സെനസൻസ് ആൻഡ് അബ്സിഷൻ. അതായത് മൂത്ത് പഴുത്ത് ആ ഒരു പാകമാകുന്നത് അവർ പ്രൊമോട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അബ്സിഷനും പ്രൊമോട്ട് ചെയ്യാണ്. അതായത് ആ ഒരു പഴുത്ത സാധനം താഴോട്ട് വീഴണം അല്ലെ, അതിനെയും പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ് നമ്മുടെ എത്തിലിൻ എന്ന് പറയുന്നത്.
ഇൻഹിബിറ്റ്സ് ഇലോങ്ങേഷൻ ഓഫ് സ്റ്റെംസ് ആൻഡ് റൂട്ട്സ്. അപ്പോൾ ആ ഒരു ഗ്രോത്തിനെ അവിടെ എന്ത് ചെയ്യുന്നു? ഇൻഹിബിറ്റ് ചെയ്യുന്നു. അതായത് ആ ഒരു ഇലോങ്ങേഷൻ അല്ലെങ്കിൽ ഗ്രോത്തിനെ അവിടെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. ഇൻഡ്യൂസസ് ഫ്രൂട്ട് റൈപ്പനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഇതിൻ്റെ പോയിന്റ്. ഫ്രൂട്ട് റൈപ്പനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് എത്തിലിൻ എന്ന് പറഞ്ഞാൽ. ആൻഡ് ഇറ്റ് എൻഹാൻസസ് റെസ്പിറേഷൻ റേറ്റ് ഡ്യൂറിങ് ഫ്രൂട്ട് റൈപ്പനിങ്. ആ സമയത്തുള്ള റെസ്പിറേഷൻ റേറ്റ് കൂട്ടും. കാരണം എന്താണ്? ആ ഒരു മെറ്റബോളിക് ആക്ടിവിറ്റീസ്, ആ ഒരു ഫ്രൂട്ട് റൈപ്പനിങ് സമയത്തുള്ള ആക്ടിവിറ്റീസ്, സെൽസിൽ കൂടുതലും ഓക്സിജൻ അല്ലെങ്കിൽ എനർജി കൂടുതൽ വേണം അല്ലേ? അപ്പോൾ എനർജി കൂടുതൽ വേണ്ടിയിട്ടുള്ളപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു പ്രോസസ് ഓഫ് റെസ്പിറേഷൻ അവിടെ കൂട്ടാൻ ആര് ഹെൽപ്പ് ചെയ്യും? എത്തിലിൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ബ്രേക്ക് സീഡ് ആൻഡ് ബഡ് ഡോർമൻസി. ഇവിടെ സീഡ് ഡോർമൻസി മാത്രമല്ല, ബഡിന്റെ ഡോർമൻസിയും ബ്രേക്ക് ചെയ്യുന്നത് എത്തിലിൻ ആണ്. ആൻഡ് ഇനിഷ്യേറ്റ് ജെർമിനേഷൻ ഓൺ പീനട്ട് സീഡ്സ്. പീനട്ട് സീഡ്സിലൊക്കെ ജെർമിനേഷൻ ഇനിഷ്യേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ എത്തിലിൻ എന്ന് പറയുന്നത്. ആൻഡ് ഇനിഷ്യേറ്റ് സ്പ്രൗട്ടിങ് ഓഫ് പൊട്ടറ്റോ ട്യൂബ്യൂൾസ്. നമുക്ക് പൊട്ടറ്റോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് സ്പ്രൗട്ട്സ് ഉണ്ടാവും. ആ സ്പ്രൗട്ട്സ് ഉണ്ടായി പിന്നെ ആ പൊട്ടറ്റോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലേ? അത് നടാനേ കൊള്ളത്തുള്ളൂ. അപ്പം ആ ഒരു സ്പ്രൗട്ടിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? എത്തിലിൻ ആണ്. ആൻഡ് പ്രൊമോട്ട് റൂട്ട് ഗ്രോത്ത് ആൻഡ് റൂട്ട് ഹെയർ ഫോർമേഷൻ. റൂട്ടിൻ്റെ ഗ്രോത്തും റൂട്ടിൻ്റെ ഹെയർ ഫോർമേഷനും ഹെൽപ്പ് ചെയ്യുന്നു നമ്മുടെ എത്തിലിൻ. അതുപോലെ തന്നെ ഇനിഷ്യേറ്റ് ഫ്ലവറിങ് ആൻഡ് സിങ്ക്രണൈസിങ് ഫ്രൂട്ട് സെറ്റ് ഇൻ പൈനാപ്പിൾസ്. പൈനാപ്പിൾസിൽ നോക്കുകയാണെങ്കിൽ ആ ഫ്രൂട്ട് സെറ്റിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് എത്തിലിൻ ആണ്. അതുപോലെ തന്നെ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് സോഴ്സ് ഓഫ് എത്തിലിൻ ഈസ് എത്തിഫോൺ. ഇച്ചിരി മുമ്പ് പറഞ്ഞായിരുന്നു നമുക്ക്. എത്തിഫോൺ ആണ് കുറച്ച് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പഴുപ്പിക്കാനൊക്കെ അല്ലേ, പഴങ്ങളൊക്കെ പെട്ടെന്ന് പഴുപ്പിക്കാൻ യൂസ് ചെയ്യുന്നത് എത്തിഫോൺ ആണ്. ആൻഡ് എത്തിഫോൺ എന്ന് പറയുന്നത് ഒരു അക്വസ് സൊല്യൂഷൻ ആണ്. ഇതിങ്ങനെ കലക്കി ഒഴിക്കുന്ന ഒരു സൊല്യൂഷനാണ്. ആൻഡ് ഇവിടെ നമുക്ക് നമ്മുടെ ഒരു ഫ്രൂട്ട് റൈപ്പനിങ്ങിൻ്റെ ഒരു പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് അടുത്തതായിട്ട് നമ്മൾ അബ്സിസിക് ആസിഡിലോട്ട് പോവാണ്. ദ ലാസ്റ്റ് വൺ അല്ലേ, ലാസ്റ്റ് റൂട്ട് നമ്മുടെ ഒരു ഇൻഹിബിറ്റർ ആണ്, പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റർ ആണ് അബ്സിസിക് ആസിഡ് എന്ന് പറയുന്നത്. ആൻഡ് അബ്സിസിക് ആസിഡ് എന്ന് പറഞ്ഞാൽ കെറോട്ടിനോയിഡിൻ്റെ ഡെറിവേറ്റീവ്സ് ആണ് കേട്ടോ. പ്രത്യേകം നോട്ട് ചെയ്യുക, കെറോട്ടിനോയിഡ് ഡെറിവേറ്റീവ്സ് ആണ്. ആൻഡ് ഇതെന്താണ് ചെയ്യുന്നത്? റെഗുലേറ്റ് അബ്സിഷൻ ആൻഡ് ഡോർമൻസി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ സ്ട്രെസ് ഹോർമോൺ എന്ന് വിളിക്കുന്നു. അപ്പോൾ വാട്ട് ഈസ് സ്ട്രെസ് ഹോർമോൺ, അല്ലെങ്കിൽ വിച്ച് ഹോർമോൺ ഈസ് കൺസിഡേർഡ് ആസ് സ്ട്രെസ് ഹോർമോൺ എന്ന് ചോദിച്ചാൽ ആരെ എഴുതണം? അബ്സിസിക് ആസിഡിനെയാണ് എഴുതേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഫിസിയോളജിക്കൽ എഫക്ട്സിലോട്ട് വരുവാണെങ്കിൽ ഇറ്റ് ആക്ട്സ് ആസ് ആൻ ഇൻഹിബിറ്റർ ഓഫ് പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് മെറ്റബോളിസം. ഇവിടെ ഇൻഹിബിറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ആൻഡ് സീഡ് ജെർമിനേഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ സ്റ്റൊമാറ്റോന്റെ ക്ലോഷർ, ഈ ക്ലോഷർ ഓഫ് സ്റ്റൊമാറ്റയ്ക്ക് ഈ അബ്സിസിക് ആസിഡിന് നല്ലൊരു പങ്കുണ്ട് കേട്ടോ. സ്റ്റൊമാറ്റോ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പങ്കുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഇൻക്രീസസ് ടോളറൻസ് ഓഫ് പ്ലാന്റ്സ് ടു വേരിയസ് കൈൻഡ്സ് ഓഫ് സ്ട്രെസ്സസ്. പല രീതിയിലുള്ള സ്ട്രെസ്സുകൾ ഉണ്ടാവും. ഡ്രോട്ട് ഉണ്ടാവും, ഹെവി റെയിൻ ഉണ്ടാവും, അങ്ങനെ പല സ്ട്രെസ് ഉണ്ടാവും അല്ലേ? അപ്പം ഇതിനെയെല്ലാം എന്ത് ചെയ്യാം? അതിനെല്ലാം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്, ആ ഒരു ടോളറൻസിന് കൊടുക്കുന്ന ആളാണ് നമ്മുടെ അബ്സിസിക് ആസിഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് an important role in seed development, maturation and dormancy. ഈ മൂന്ന് കാര്യങ്ങളിലും, സീഡ് ഡെവലപ്മെന്റിലാണെങ്കിലും മെച്ചുറേഷനിലാണെങ്കിലും ഡോർമൻസി പീരീഡിലാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പങ്ക് വഹിക്കുന്ന ആളാണ് നമ്മുടെ അബ്സിസിക് ആസിഡ്. അതുപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് ഈ ഇന്ററാക്ഷൻസ് ഓഫ് PGR നോക്കാം അല്ലേ? PGR എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അബ്സിസിക് ആസിഡിനെ പറ്റി പറഞ്ഞു. സ്ട്രെസ് ഹോർമോൺ എന്നാണ് അതിനകത്ത് മെയിൻ പോയിന്റ്. അതുപോലെ തന്നെ സീഡ് ഡോർമൻസി ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് അബ്സിസിക് ആസിഡ് ആണ്. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ PGR പ്ലേ ഇമ്പോർട്ടൻറ്റ് ഇൻഡിവിജ്വലിസ്റ്റിക് ഓർ സൈനർജസ്റ്റിക് റോൾ. സച്ച് റോൾസ് മേ ബി കോംപ്ലിമെന്ററി ഓർ ആന്റഗണിസ്റ്റിക്. നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ പലരും ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വേറെ ആൾക്കാർ ചെയ്യുന്നത് അല്ലേ? റെഗുലേറ്റേഴ്സിൽ തന്നെ കുറേ പേര് പ്രൊമോട്ടേഴ്സ് ആണ്, കുറച്ച് പേര് ഇൻഹിബിറ്റേഴ്സ് ആണ്. അപ്പോൾ ഇവർ രണ്ടും ആന്റഗണിസ്റ്റിക് ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏതാണോ കണ്ടീഷൻ, എങ്ങനെയാണോ നമ്മുടെ പ്ലാന്റിന് വേണ്ടത്, അതിനനുസരിച്ചായിരിക്കും ഈ ഒരു നമ്മുടെ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ആക്ട് ചെയ്യുന്നത്. PGR interact to affect dormancy in seed buds, abscission, flowering. ഇതിനൊക്കെ വേണ്ടിയിട്ട് ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമ്മുടെ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചെറിയ ചാപ്റ്ററിൽ വരുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ ഇതിനകത്ത് നോട്ട് ചെയ്ത് വെക്കേണ്ടത് എന്തൊക്കെയാണ്? നമ്മുടെ ആ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സിൻ്റെ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ എഫക്ട്സ് എന്തൊക്കെയാണെന്നാണ്. ആൻഡ് ജസ്റ്റ് അവർ ആരൊക്കെയാണ് കണ്ടുപിടിച്ചത്, എവിടെ നിന്നാണ് നമ്മുടെ ഓക്സിനൊക്കെ ഫസ്റ്റ് ഐസൊലേറ്റ് ചെയ്തത്, അതുപോലെ തന്നെ നമ്മുടെ
പറഞ്ഞിട്ടുള്ള അരിത്തമെറ്റിക് റേറ്റ് അല്ലെ, അരിത്തമെറ്റിക്കും ജോമെട്രിക്കുമായിട്ടുള്ള ഗ്രോത്ത് റേറ്റ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചെറിയ ചാപ്റ്ററിൽ വരുന്നത്. അപ്പോൾ എല്ലാ മക്കളും ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്